പൊരിച്ച പത്തിരി നല്ല സൂപ്പർ ടേസ്റ്റിൽ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതാ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എത്രയാണോ നമ്മൾ പുട്ടുപൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതാ കുറച്ച് തേങ്ങയും പെരുംജീരകം ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമ്മളുടെ ഈ ഒരു പുട്ടുപൊടി ഇതാ ഒരു 10 മിനിറ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഈ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം നമ്മളിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ പത്തിരിയുടെ പ്രസ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ പത്തിരി റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അത് കണ്ടോ നല്ല ബോൾ പോലെ പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അത്രയ്ക്കൊന്നും എണ്ണയൊന്നും കുടിക്കില്ല. നല്ല അടിപൊളി പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത്. താങ്ക് യു ഫോർ വാച്ചിങ്.